ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. 3 ഇൻഗ്രീഡിയൻറ്റ് മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഷുഗർ സിറപ്പാണ്. അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ സോസ് പാനിലോട്ട് 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു. 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷുഗറെല്ലാം അലിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള സിറപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മാവയാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മാവ എന്ന് പറഞ്ഞാൽ പാൽ കട്ടിയാണ് കേട്ടോ. നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതൊന്ന് നല്ലോണം കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പാകത്തിന്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 8 സ്പൂണോളം മൈദ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മാവ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് നല്ലോണം കുറുക്കിയെടുക്കാൻ വേണ്ടത് പാലും പാൽപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നെയ്യിൽ നല്ലോണം കുറുക്കി നല്ല കട്ടിയാക്കി എടുക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ റെഡിയാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ. ഇത് നന്നായി മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പോളം കണ്ടൻസ് മിൽക്കാണ് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലത്തെ ബോൾസാക്കി എടുക്കുമ്പോൾ ഒട്ടും ക്രാക്കൊന്നും വീഴാതെ നല്ല ഷേപ്പാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഇതുപോലെ ബോൾസാക്കി എടുത്താൽ ഒന്നും കൂടെ ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി ഇതാ നമ്മുടെ ഗുലാബ് ജാം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചൂടായാൽ മതി കേട്ടോ. നല്ലോണം ചൂടാകാൻ പാടില്ല. ഒരു മീഡിയം ചൂട് ആകുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പീസാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടത്. അപ്പോൾ അത് വെന്ത് റെഡിയാകുന്ന സമയത്ത് മുകളിലോട്ട് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് എല്ലാ ഭാഗത്തും നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഫ്ലെയിം കൂടുതലാക്കിയാൽ ഉൾഭാഗം വേവാതെയും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും വരും. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് എടുത്ത ഉടനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ആക്കി വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പിസ്ത ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.